ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് നല്ലൊരു ബീഫ് റൈസിൻ്റെ റെസിപ്പിയാണ്. ബീഫ് ബിരിയാണിയിലും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് റൈസിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് കുക്കറിലാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിനു വേണ്ടി 300 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം ഉപ്പുവെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ്. എന്നിട്ട് 3-4 തവണ നല്ല വെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ മാറ്റി വയ്ക്കാം. ഇനി കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ബേ ലീഫ്, 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക എന്നിവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സവാള ചെറുതായി ഒന്ന് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് എന്നിവ ചതച്ച് ചേർത്ത് കൊടുക്കാം. 1 കഷ്ണം ഇഞ്ചിയും 1 പകുതി വെളുത്തുള്ളിയും 2 പച്ചമുളകുമാണ് കേട്ടോ ചതച്ചെടുത്തത്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളി ചെറുതായൊന്ന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നതിനാണ് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വാട്ടിയെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാല ബീഫിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ബീഫ് റൈസ് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് കിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കറിൻ്റെ മൂടി ക്ലോസ് ചെയ്ത് ഒരു 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 3 വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ബീഫ് ഒരുവിധം നന്നായി കുക്കായി കിട്ടണം. 4 വിസിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടിയിട്ടുണ്ട്. കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ദാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ബീഫ് കുക്കായി വന്നിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. റൈസ് ഇതിൽ തന്നെ ഇട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് കുറവാണ് ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിൽ വേവിക്കുന്നത് കൊണ്ടാണ് 1/2 കപ്പ് കുറവ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടുപ്പിൽ വെച്ചൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബോയിലായി വരുന്ന സമയത്ത് ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കി 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് നന്നായി ഒന്ന് ഡ്രെയിൻ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കുക്കറിലിട്ടാൽ പിന്നെ പെട്ടെന്ന് തന്നെ പണി കഴിയും. കുക്കറിൻ്റെ മൂടി ക്ലോസ് ചെയ്ത ശേഷം ഒറ്റൊരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിലാവുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന സമയത്ത് വേണം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസ് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് റൈസിൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കിയത്. താങ്ക് യു ഫോർ വാച്ചിങ്.